നാസിക്കിലെ കോർപ്പറേറ്റ് ജിഹാദിൽ ഇടപെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുംബൈ പോലീസ് കമ്മീഷണർക്ക് അടക്കം കമ്മീഷൻ നോട്ടീസ് അയച്ചു. TCS കമ്പനിയിലെ സുരക്ഷാ സംവിധാനങ്ങളും പരിശോധിക്കും. റിപ്പോർട്ട് ലഭിച്ച ശേഷം ശക്തമായ നടപടിയിലേക്ക് കടക്കാനും തീരുമാനം. ഡൽഹിയിൽ നിന്ന് ദിലീപ് കുറ്റിച്ചൽ ചേരുന്നു. ദിലീപ്, TCSലെ മതപരിവർത്തനം ഇതേ സംബന്ധിച്ച വളരെ കാര്യക്ഷമമായ അന്വേഷണം നടന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെടുന്നത്. മുംബൈ പോലീസ് കമ്മീഷണർക്ക് കമ്മീഷൻ നോട്ടീസും അയച്ചല്ലോ. കൂടുതൽ വിവരങ്ങൾ ദിലീപ്. വിനോദ് സൂചിപ്പിച്ച തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് മുംബൈ പോലീസ് കമ്മീഷണർക്കും ലേബർ കമ്മീഷണർ, TCS അധികൃതർ, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ DGPക്കുമാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഇതിന് വിശദമായ റിപ്പോർട്ട് നൽകണമെന്നും അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും ബാക്കി നടപടി സ്വീകരിക്കുക എന്നടക്കമുള്ള കാര്യമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ ഒരു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കമ്പനിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ എന്തായാലും പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് ഇസ്ലാമിസ്റ്റുകൾ അതോടൊപ്പം തന്നെ ഇത് അന്തർദേശീയ ബന്ധമുണ്ട് എന്നടക്കമുള്ള കാര്യവും ഇപ്പോൾ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ച് 2022 മുതൽ 2026 മാർച്ച് വരെയാണ് 8ഓളം യുവതികൾ ഈ ലൈംഗിക പീഡനത്തിനും അതോടൊപ്പം തന്നെ മതപരിവർത്തനത്തിലേക്ക് നടന്നു എന്നടക്കമുള്ള റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ വിഷ്വൽസും പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഇതിലെ മുഖ്യ പ്രതിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ബന്ധുവുമായ നിദ ഖാൻ ഇപ്പോഴും ഒളിവിലാണ്. അവർക്കുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. വിനോദ്, വ്യക്തമാണ്. മഹാരാഷ്ട്രയിലെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നാസിക്കിലെ കോർപ്പറേറ്റ് ജിഹാദിൽ ഇടപെട്ടിരിക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മുംബൈ പോലീസ് കമ്മീഷണർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ദിലീപ്.